ഒരു ഗെയിം ഡെവലപ്പറായ ടിമ്മിന് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. ഉടൻ തന്നെ ആ മൊബൈൽ തനിക്ക് എടുത്തുകൊണ്ടുവരാൻ ടിം ആവശ്യപ്പെടുന്നു. തകർന്നുപോയ മൊബൈലിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ വീണ്ടെടുക്കാൻ ടിം ശ്രമിക്കുന്നു. എന്നാൽ തങ്ങൾ സംശയിച്ചതുപോലെ ഈ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇന്റർവെൽ കോഡ് ഉപയോഗിച്ചല്ല എന്നും അതൊരു ഒപ്റ്റിക്കൽ കോഡ് ഉപയോഗിച്ചാണെന്നും ടിം കണ്ടുപിടിക്കുന്നു. QR കോഡുകൾ പോലെ ഒരു മൊബൈൽ ഫോണിന് മാത്രമേ ഇത് റീഡ് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. ആ നശിച്ച ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ വീണ്ടെടുക്കുന്നു ടിം. ഉടൻ തന്നെ അന്നയുടെ ഫോണിലേക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതിനുശേഷം മതിൽ തുറക്കാനായി ബേസ്മെന്റിലേക്ക് പോകുന്നു അവർ. മതിലിന് നേരെ ഫോൺ പിടിച്ച ശേഷം ആ ആപ്ലിക്കേഷൻ കൊണ്ട് മതിൽ സ്കാൻ ചെയ്യുന്നു അവർ. ഉടൻ തന്നെ മൊബൈൽ സ്ക്രീനിൽ 4 ബോക്സുകൾ കാണുന്നു. ടിം ഓരോ ബോക്സും മാറി മാറി അമർത്തുന്നു. ഓരോ ബോക്സ് അമർത്തുമ്പോഴും മൊബൈൽ ഫോണിൽ നിന്ന് ഫ്ലാഷ് പുറപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാ ബോക്സുകളും അമർത്തി കഴിഞ്ഞ ശേഷം മതിലിലേക്ക് നോക്കുമ്പോൾ മതിലൊരു പ്രത്യേകത നിറഞ്ഞ രീതിയിലേക്ക് മാറുന്നു. ഉടൻ തന്നെ അന്ന മതിലിന്റെ അടുത്തേക്ക് പോകുന്നു. മതിലിൽ സ്പർശിച്ചപ്പോൾ മതിലിലൂടെ കൈ കടത്താൻ അന്നയ്ക്ക് സാധിക്കുന്നു. ഉടൻ തന്നെ മാർവിൻ വന്ന് അതിൽ നിന്ന് കൈ എടുക്കാൻ അന്നയോട് പറയുന്നു. കൈ പുറകിലേക്ക് എടുക്കാൻ അന്ന ശ്രമിക്കുന്നു. എന്നാൽ അന്നയ്ക്ക് അതിന് സാധിക്കുന്നില്ല. എല്ലാവരും ചേർന്ന് അന്നയുടെ കൈ പുറത്തെടുക്കാൻ നോക്കുന്നു. എന്നാൽ ഇവർ വലിക്കും തോറും അന്ന കൂടുതലായി മതിലിലേക്ക് അടുക്കുന്നു. അന്നയുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും മതിലിന്റെ അപ്പുറത്തേക്കാകുന്നു. പെട്ടെന്ന് തന്നെ മതിൽ പഴയ രൂപത്തിലേക്കാകുന്നു. ശരീരമറ്റ് അന്ന അവിടെ കിടന്ന് മരിക്കുന്നു. ഇത് കണ്ട് സഹിക്കാനാകാത്ത മാർവിൻ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് സ്വയം മരിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടിമ്മും ഒലീവിയയും നിസ്സഹായരായി അവിടെ ഇരിക്കുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനായി വീണ്ടും അവർ മൊബൈൽ കൊണ്ട് മതിൽ സ്കാൻ ചെയ്യുന്നു. ഇത്തവണ എങ്ങനെ ബോക്സിൽ പ്രസ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നു. 24 രീതിയിൽ ആ ബോക്സുകൾ തമ്മിൽ പ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് ടിം പറയുന്നു. വീണ്ടും അവർ ബോക്സിൽ പ്രസ് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു കാര്യം ഒലീവിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഓരോ ബോക്സിലും അമർത്തുമ്പോൾ ഫ്ലാഷുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു. ഒരു കോഡ് നമ്പർ പോലെയാണ് ഫ്ലാഷ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ആ കോഡ് കണ്ടുപിടിച്ചാൽ ബോക്സുകൾ അമർത്തേണ്ട ഓർഡർ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഒലീവിയ പറയുന്നു. വീണ്ടും അവർ സീക്രട്ട് റൂമിലെ കമ്പ്യൂട്ടർ പരിശോധിക്കാനായി പോകുന്നു. ആന്റൺ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ മതില് തുറക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് എത്ര ഫ്ലാഷുകൾ അടിക്കുന്നുവെന്ന് ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. അവരാ ഉണ്ടാകുന്ന ഫ്ലാഷുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. അങ്ങനെ അവർ ആ ബോക്സിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം വീണ്ടും അവർ ആ മതിലിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും അബോധാവസ്ഥയിൽ നിന്ന് യുറി ഉണർന്നിരുന്നു. യുറി അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. യുറിയുമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നു അവർ. ഉടൻ തന്നെ അവർ ഒരു മുറിയിലേക്ക് ഓടിക്കയറുന്നു. ടിമ്മും ഒലീവിയയും ചേർന്ന് ആ മുറിയുടെ വാതിൽ ശക്തമായി അമർത്തിപ്പിടിക്കുന്നു. ഒലീവിയയോട് മതിൽ തുറക്കാനായി പോകാൻ ടിം ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ഒലീവിയ മതിൽ തുറക്കാൻ ആരംഭിക്കുന്നു. അപ്പോഴേക്കും യുറി മുറിക്കുള്ളിൽ കയറിയിരുന്നു. പെട്ടെന്ന് തന്നെ ഒലീവിയ ഫോൺ ഉപയോഗിച്ച് ആ മതിൽ തുറക്കുന്നു. അപ്പോഴേക്കും യുറി ടിമ്മിനെ വകവരുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഒലീവിയയോട് രക്ഷപ്പെടാൻ ടിം പറയുന്നു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റിക കൊണ്ട് യുറിയുടെ തലക്കടിച്ചു വീഴ്ത്തി ടിമ്മിനെ രക്ഷിക്കുന്നു ഒലീവിയ. ഇരുവരും സബ്വേയിലൂടെ പുറത്തേക്ക് നടക്കുന്നു. സബ്വേയിൽ നിന്ന് പുറത്തേക്ക് എത്തിയ അവർ പുറം ലോകം കണ്ട് അമ്പരക്കുന്നു. അവിടെ എല്ലാ ബിൽഡിംഗ്സും കറുത്ത മതിലിനാൽ മൂടിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ചുറ്റുപാടും നോക്കുന്നു. ഉടൻ തന്നെ ഒലിവിയ വാങ്ങിയ ക്യാമറ വാനിൽ അവർ അവിടെ നിന്ന് പോകുന്നു.